എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ 6ാം അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ആ പ്രോട്ടോകോൾ പ്രകാരം യോഗയുടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. യോഗ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം പ്രാർത്ഥന, ഓപ്പണിംഗ് പ്രയർ, പിന്നെ ലൂസനിങ് എക്സസൈസ്, പിന്നെ നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ, ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾ, കമിഴ്ന്ന് കിടന്ന്, മലർന്ന് പ്രാണായാമ, ദെൻ മെഡിറ്റേഷൻ. ഏകദേശം ഒരു 45-50 മിനിറ്റോളമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്ട്രെസ് കുറക്കുവാൻ ഏറ്റവും നല്ല ഉപാധിയായിട്ട് WHO പോലും പറഞ്ഞിരിക്കുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. യോഗയിലേക്ക് പോകാം. നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മളൊന്ന് നമസ്കരിക്കുന്നുണ്ട്. കൈ നമസ്കരിക്കുന്നത്, കാലിങ്ങനെ മടക്കി വെച്ചു, കൈ നേരെ ബാക്കിലേക്ക് വെച്ചു, കൈയുടെ ഇവിടെയാണ് പിടിക്കുന്നത്, പൾസിൻ്റെ ആ ഭാഗത്ത് പിടിച്ചു. ശ്വാസമെടുത്ത് ഓരോ കാല് പതിയെ നീട്ടി വെക്കും. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ലൂസനിങ് എക്സസൈസ് ആണ്. ലൂസനിങ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജോയിന്റുകളും യോഗ ചെയ്തതിന് മുമ്പേ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൂസനിങ് എക്സസൈസ് ആണ്. അതായത് നമ്മുടെ എല്ലാ ജോയിന്റുകളെയും നമ്മളൊന്ന് ഫ്രീ ആക്കുകയാണ്. യോഗ ചെയ്തതിന് മുന്നൊരുക്കമായി ചെയ്യേണ്ടത് ഒന്ന് ഫ്രീ ആക്കലാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കഴുത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാലുകൾ അല്പം നകത്തി വെച്ച്, കൈകൾ ഇതേപോലെ ഹിപ്പിൽ വെച്ചിട്ട് നേരെ നോക്കി ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വിട്ടുകൊണ്ട് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇവിടുന്ന് ഇനി നേരെ മുകളിലേക്കാണ് നോക്കുന്നത്. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, exhale, inhale, exhale. ഇനി നമ്മൾ ചെയ്യുന്നത് കഴുത്തിനെ സൈഡിലേക്ക് തിരിക്കില്ല. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇനി നമ്മൾ ചെയ്യുന്ന ഹാഫ് സർക്കിളാണ്. ഹാഫും ചെയ്യാൻ ഫുള്ളും ചെയ്യാൻ നമുക്ക്. ഇപ്പം നമ്മൾ ഹാഫ് സർക്കിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ വെച്ചുകൊണ്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കൈവെക്കും. എന്നിട്ട് ഈ 2 മുട്ട് അടുപ്പിച്ച് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് നേരെ ഓപ്പോസിറ്റ്. അടുത്ത നമ്മൾ ട്രങ്ക് മൂവ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ പല തരത്തിൽ നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം.
Inhale. Exhale. Inhale. Exhale. Inhale. Inhale. Exhale. Exhale. Inhale. Then rotation. 1, 2, 3, 4, 5. Then 5, 4, 3, 2, 1. അടുത്ത ചെയ്യുന്നത് ഇതേപോലെ കൈവച്ചു ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് മാക്സിമം ബാക്കോട്ടേക്ക് പോകുക. നോട്ടം ബാക്കോട്ടേക്ക്. കൈവച്ചു. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇത്രയാണ് നമ്മൾ സൂക്ഷ്മ വ്യായാമം, ശീതീകരണ വ്യായാമം, ലൂസനിങ് എക്സസൈസ് എന്ന് പറയുന്ന ഈ നമ്മളിനി യോഗയിലേക്ക് പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥനയുടെ മീനിങ് ഇതാണ്: എല്ലാവർക്കും ഐക്യവും സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നിൽക്കുന്ന ആസനങ്ങളാണ്. നമ്മൾ നിൽക്കുന്ന 5 ആസനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ആസനത്തിൻ്റെ പേര് താടാസന എന്നാണ്. താടാസന എന്ന് വെച്ചാൽ താട എന്ന വാക്കിൻ്റെ അർത്ഥം മൗണ്ടൻ എന്നും അർത്ഥമുണ്ട്, പാം ട്രീ എന്നും അർത്ഥമുണ്ട്. 2 കാലുകൾ ചേർത്ത് വെച്ച് ഒരു പോയിന്റിലേക്ക് നോക്കി ദീർഘമായി ശ്വാസമെടുത്ത് 2 കൈകളും ഉയർത്തി ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് കൈപ്പത്തി മുകളിലേക്ക് എടുത്തു ഒരു പോയിന്റിലേക്ക് നോക്കുക. അവിടുന്ന് ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ ഇന്റർലോക്ക് റിലീസ് ചെയ്തു. കൈകൾ രണ്ടും അതാത് തൊടയുടെ സൈഡിലേക്ക് ചേർത്ത് വെച്ചു. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. നേരെ നോക്കി ദീർഘമായി ശ്വാസം എടുത്ത് പതിയെ ഇന്റർലോക്ക് ചെയ്ത് കൈപ്പത്തി ആകാശത്തിലോട്ട് നോക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഒരു പോയിന്റിലേക്ക് എടുത്തുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുക വിടുക ചെയ്യും. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 3-4 തവണ ചെയ്യുക. ഇതിന്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ബോഡി നന്നായി സ്ട്രെച്ച് ചെയ്യും. സയാറ്റിക്ക നെർവ്സ് സ്ട്രെച്ച് ചെയ്യും. കാഫ് മസിലിന് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ അപ്പർ ബോഡിയാണ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നത്. നമ്മുടെ ബൈസെപ്സ് സ്ട്രെച്ച് ചെയ്യുന്നു. നമ്മുടെ ഫ്രോസൺ ഷോൾഡറിന് അസുഖത്തിന് നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് കോൺസെൻട്രേഷൻ നല്ലതാണ് ഈ സാധനം. ഒരു 3-4 തവണ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക നമുക്ക്. അടുത്തയാണ് വൃക്ഷാസന. ഒരു വൃക്ഷത്തിന് ശരിയായ അതിന്റെ ശക്തി ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? അതിന്റെ വേരിൽ നിന്നാണ്. ദൃഢമായ വേരുകൾ. ദൃഢമായ വേരുള്ള വൃക്ഷം ഒരിക്കലും കടപുഴകി വീഴാറില്ല. ഇതേപോലെ നമുക്ക് ദൃഢമായ കാലുകൾ ഉണ്ടാക്കുവാനുള്ള ഒരാസനമാണ് വൃക്ഷാസന. ചെയ്യുന്നത് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് നമ്മുടെ വലത് കാലിനെ നമ്മൾ മടക്കി അതിന്റെ ഹീല് പെരീനിയത്തിന്റെ ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്ക് മാക്സിമം പ്രസ് കൊണ്ട് കൈ രണ്ടും ഉയർത്തി കൈയുടെ ബൈസെപ്സ് ചെവിക്കിടച്ച് ചെയ്തുകൊണ്ട് ഒരു പോയിന്റിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. പാൻറ് നൈസ് ആണെങ്കിൽ സ്ലിപ്പായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഇടത് കാല് ഇതേപോലെ ഇടത് കാല് മടക്കി നമ്മളുടെ തൊടയുടെ ആരംഭിക്കുന്ന ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം?
ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ പ്രത്യേകത കോൺസെൻട്രേറ്റിംഗ് പവർ, നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വെരി ഗുഡ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റ് ഫൂട്ട്, ഈ ഫ്ലാറ്റ് ഫൂട്ടിനെ ഇല്ലാതാക്കുന്ന ഒരു ആസനമായത്. മൂന്നാമതായിട്ട് നമ്മുടെ ഓരോ കാല് ഉയർത്തി വെക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗമുണ്ട്, അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ഹെമിസ്ഫിയർ, ഓരോ ഹെമിസ്ഫിയറിനെയും ബാലൻസ് ചെയ്യുന്ന ഒരാസനമാണ് വൃക്ഷാസന എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല ആസനമാണ് കുഞ്ഞുങ്ങൾക്ക്. കുട്ടികളുടെ ശ്രദ്ധ കൂട്ടുവാൻ നല്ലൊരു ആസനമായിട്ടാണ് ഇതിനെ കാണുന്നത്. മൂന്നാമത്തെ ആസനമാണ് അർദ്ധചക്രാസന. അർദ്ധ മീൻസ് പകുതി, ചക്ര മീൻസ് വീൽ. നമുക്കറിയാം, ഒരു ചക്രത്തിന് ഏറ്റവും കുറവ് മാത്രമേ തേയ്മാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ ടയർ 30,000-40,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മാത്രമേ അത് കുറയുന്നുള്ളൂ, അതിന്റെ തിക്നെസ് കുറയുന്നുള്ളൂ. നമ്മുടെ ചെരുപ്പാണെങ്കിൽ നമുക്കറിയാം 200-150 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ചെരുപ്പിന്റെ ആ തേയ്മാനം കൂടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന തേയ്മാനത്തെ കുറക്കുവാൻ നല്ലൊരു ആസനമാണത്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ബാക്ക് ഏക്ക്. ചെയ്യുന്ന ഇങ്ങനെയാണ്. ആസ്മക്ക് നല്ലതാണിത്, അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ നല്ലതാണിത്, നെക്ക് പെയിൻ നല്ലതാണിത്. നോക്കാം എങ്ങനെയാണെന്ന്. 2 കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ രണ്ടും ഹിപ്പിന്റെ ഭാഗത്തേക്ക് വെച്ച് ഈ കൈയുടെ മുട്ട് മാക്സിമം അടുപ്പിക്കാൻ നോക്കുക. ഓരോരാളുടെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. ഒരാൾ ചെയ്യുന്നത് കൂടുതലായത് കൊണ്ട് എനിക്കും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്ത നമുക്ക് ഉണ്ടാവരുത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാല് ചേർത്ത് വെച്ച് ഈ കൈകളൊന്ന് ബാക്കോട്ടേക്ക് വെച്ച് ദീർഘമായി ശ്വാസമെടുത്ത് പിന്നോട്ടേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നോട്ട് പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് 2-3 ബ്രീത്ത് എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക. ഒന്നും കൂടി ചെയ്യാം നമുക്കിത്. ആ യോഗ ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കാൻ വിഷമാണ്, അതാണ് സംസാരിക്കാത്തത്. ശ്വാസം എടുത്തുകൊണ്ട് പിന്നോട്ട് പോവുകയും അവിടെ നിന്ന് ശ്വാസം എടുത്ത് വിട്ട് ഒരു 3-4 ബ്രീത്ത് എടുത്ത് വിട്ടുകൊണ്ട് നേരെ മുന്നോട്ട് വരികയും ചെയ്യുക. ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒന്നും കൂടി ചെയ്യാം നമുക്കിത്. 2 കൈകൾ ചേർത്ത് വെച്ച് കൈ പിന്നിലോട്ട് വെച്ച് നിങ്ങൾക്ക് എത്ര പറ്റും അത്രമാത്രം പിന്നോട്ട് പോവുക. നിങ്ങൾക്ക് എത്ര പറ്റും അത്രമാത്രം പിന്നോട്ട് പോവുക. ഇപ്പൊ നമ്മൾ 3 4-മത്തതാണ് ത്രികോണാസന, ട്രയാങ്കുലം. നമ്മൾ ത്രികോണത്തിന്റെ രൂപത്തിൽ ഈ ആസനയുടെ അവസാന ഭാഗത്ത് ത്രികോണത്തിന്റെ രൂപത്തിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ത്രികോണാസന എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാലുകൾ ചേർത്ത് വെച്ചു. നമുക്ക് വലത് കാല് നേരെ വെച്ചു. വലത് കാല് ഇടത് കാലിൽ നിന്നും 2 അടി അല്ലെങ്കിൽ 2.5 അടിയെങ്കിലും മാറ്റി വെക്കുക. ഇതിന്റെ ഈ മാറ്റിന്റെ വീതി എന്ന് പറയുന്നത് 2 അടിയാണ്. നമ്മൾ ഇത്ര മാറ്റി വെച്ചതിന് ശേഷം ഈ സമയത്ത് 2 കാലിന്റെ ഹീലും ഒരേ ലൈനിലായിരിക്കണം. എന്നിട്ട് വലത് കാലിന്റെ ഹീല് വലത് സൈഡിലേക്ക് പോയിന്റ് ചെയ്യുക. ഈ സമയത്തും 2 കാലിന്റെ ഹീലും ഒരേ ലൈനിലായിരിക്കണം. നേരെ നോക്കിക്കൊണ്ട് ദീർഘമായി ശ്വാസമെടുത്ത് 2 കൈകളും ഷോൾഡർ ലെവലിലെത്തി ഭൂമിക്ക് പാരലായി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ദീർഘമായി ശ്വാസമെടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉള്ളത്. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ കൊണ്ട് വലത് കാലിനെ പിടിക്കുവാനും നോക്കുക. എന്നിട്ട് കാല് പിടിക്കാം, അല്ലെങ്കിൽ കൈ ഇവിടെ വെക്കാം. നോട്ടം നേരെ ഉയർത്തിയ ഇടത് കൈ വെള്ളയിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയർന്നു.
ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും താഴ്ത്തി വെച്ചു. വലത് കാല് നേരെ വെച്ചു. ഇടത് കാല് ഇടത് വശത്തേക്ക് വെച്ചു. ദീർഘമായി ശ്വാസമെടുത്ത് രണ്ട് കൈകളും ഉയർത്തി, വളരെ സാവധാനം ഉയർത്തി ഷോൾഡർ ലെവലിൽ വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഇടത് കാലിലെ പിടിക്കുകയും നോട്ടം നേരെയും. ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വയ്ക്കുന്നു. ഓർമ്മിക്കേണ്ട കാര്യം, നമുക്ക് സ്ലിപ്പ് ഡിസ്ക്, അതേപോലെ ഡിസ്ക് തേയ്മാനം ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ അഡ്വൈസ് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് യോഗ ടീച്ചറോട് ചോദിക്കുക. അതിനുശേഷം മാത്രമേ ചെയ്യാവൂ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇത് ഇറ്റ്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. നിങ്ങൾ ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമായി നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഇതിന് കുറേ കോൺട്രാ ഇതൊക്കെ വരുന്നുണ്ട്. ഈ യോഗയിൽ രണ്ട് സിമെട്രി ഉണ്ട്, അസിമെട്രിക്കലുണ്ട്. നമ്മൾ രണ്ട് ഭാഗത്തും ചെയ്യുന്ന ആസനങ്ങളുണ്ട്, ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്യുന്ന ആസനങ്ങൾ. അതിനാണ് ഇങ്ങനെ രണ്ട് കാറ്റഗറി തിരിക്കുന്നത് കൊണ്ടാണ്. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അത് രണ്ട് കാലുകൾ, ഇതിനി ഞാൻ പറയില്ല, ചെയ്യുന്ന ഇങ്ങനെയാണ്. രണ്ട് കാലുകൾ ചേർത്ത് വെച്ചു. വലത് കാല് 2.5 അടി 2 അടി മാറ്റി വെച്ചു. വലത് കാലിൻ്റെ വലത് കാലിൻ്റെ 5 വിരലും വലത് വശത്തേക്ക് തിരിച്ചു വെച്ചു. അതിനുശേഷം രണ്ട് കൈകൾ ഷോൾഡർ ലെവലിൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈയെ കൊണ്ട് വലത് കാല് പിടിക്കാം, അല്ലെങ്കിൽ സൈഡിലേക്ക് പതിപ്പിച്ച് വെക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ മതി. ഇത് തീരെ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര മാത്രം ചെയ്യാൻ പോവാണ്. ഇനി ഇതിന് കമൻട്രി ഉണ്ടാവില്ല, ഞാൻ ചെയ്യൽ മാത്രമേ ഉണ്ടാവൂ. ഇനി ഇടത് കാലിലാണ്. നിൽക്കുന്ന ആസനങ്ങളിൽ ലാസ്റ്റ് ആസനമാണ് പാദഹസ്താസനം. പാദം മീൻസ് കാലുകൾ, ഹസ്തം മീൻസ് കൈകൾ. എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും അത്രമാത്രം ചെയ്യുക. ഇതിന്റെ ക്വസ്റ്റൻ ഓഫ് വേർഡ് പറയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യം പറയാണ്, നടുവേദന ഉള്ളവര് ചെയ്യാതിരിക്കുക. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഇത് ത്രികോണാസനം ചെയ്തു. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഫ്രോസൺ ഷോൾഡർ, വെരി ഗുഡ് ഫോർ സെർവിക്കൽ വെർട്ടിബ്ര, സെർവിക്കൽ സ്പോണ്ടൈറ്റിസ്. കാരണം നമ്മുടെ കഴുത്ത് തീയുന്നതുകൊണ്ട് തന്നെ വെരി ഗുഡ് ഫോർ നെക്ക്. അതുപോലെ തന്നെ ഹിപ്പിന് നല്ലതാണ് ഈ ആസനം. എല്ലാ ആസനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആസനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റേതാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അയച്ച പ്രോട്ടോക്കോൾ പ്രകാരം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എല്ലാ ആസനങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണോ പ്രോട്ടോക്കോൾ, ആ പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്തത് പാദഹസ്താസനമാണ്. നിങ്ങൾക്ക് എത്രത്തോളം താഴാൻ പറ്റുമോ അത്ര മാത്രമേ വേണ്ടൂ. ചെറിയ ആൾക്ക് വളരെ എളുപ്പമായിരിക്കും ബെൻഡ് ചെയ്യാൻ, കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ബെൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് എത്ര അത്രമാത്രം. ഞാൻ കമൻട്രി പറയില്ല, ചെയ്യുന്ന വിധം പറഞ്ഞു തരാം. ആദ്യം ഒന്ന് കൈകൾ ചേർത്ത് വെക്കുന്നു, കാലുകൾ ചേർത്ത് വെക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് വളരെ കൈ നേരെ വെക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുന്നു, ബൈസെപ്സിലേക്ക് ടച്ച് ചെയ്യുന്നു, നേരെ ബാക്കോട്ടേക്ക് വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് പതിയെ 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 എത്രത്തോളം നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ടച്ച് ചെയ്യാം. നിങ്ങൾക്ക് എവിടുന്ന് പെയിൻ ആരംഭിക്കുന്നു അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ബോഡി ഒരു ഇലാസ്റ്റിക് പോലെയാണ്, വളക്കാനും ഒടിക്കാനൊക്കെ സാധിക്കും നമുക്ക്. കോൺസ്റ്റന്റ് പ്രാക്ടീസാണ് പ്രത്യേകത. ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശ്വാസം എടുത്തു, കൈകൾ ചെവിയിലേക്ക് ടച്ച് ചെയ്ത് നേരെ പിന്നോട്ടേക്ക് വന്നു,
ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ടേക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് പതിയെ 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 പതിയെ. നിങ്ങൾക്ക് എത്ര ഇത്രയാണെങ്കിൽ ഇത്ര മതി, ഇനഫ്. ഇത്ര പറ്റുമോ? ഗുഡ്. ഇനി മറിച്ച് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് നിങ്ങളുടെ കൈകള് പതിപ്പിക്കുവാൻ പറ്റുമോ? ഇനഫ്. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഉയർന്നു, ശ്വാസം വിട്ടുകൊണ്ട് തൊഴുതു. ഇനി ഞാൻ കമന്ററി പറയത്തില്ല, ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് നിൽക്കുന്ന ആസനങ്ങൾ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇരിക്കുന്ന ആസനങ്ങളാണ്. ഇരിക്കുന്ന ആസനങ്ങൾ 6 എണ്ണമുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം 6 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തെ ആസനമാണ് ഭദ്രാസനം. ഭദ്ര മീൻസ് ഭദ്രമായത്, സീൽഡ് എന്നൊക്കെ വേണം പറയാം. നമുക്ക് വേണമെങ്കിൽ ഇത് വളരെ നല്ല ആസനമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ദഹനശേഷിക്ക് നല്ല ആസനമാണ്. ചെയ്യാൻ പാടില്ലാത്തവർ, സിവിയർ സയാറ്റിക്ക പെയിൻ ഉള്ളവർ, നല്ല നടുവേദന ഉള്ളവർ തൽക്കാലം ചെയ്യാതിരിക്കുക. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലേഡീസ്. സ്ത്രീജന്യമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ ആസനം. 2 കാലുകൾ ചേർത്ത് വെച്ച്, ഈ 2 പാദങ്ങളും ചേർത്ത് വെച്ച് ശക്തമായി ഈ 2 കാലിൻ്റെ ഹീലുകളെയും നമ്മുടെ ബോഡിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. ബോഡിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക. ശേഷം 2 മുട്ടുകളും പരമാവധി താത്തിക്കൊണ്ടുവരിക. സ്ട്രെയിറ്റ് ആയിരിക്കുക. അവിടുന്ന് പതിയെ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇത് നമ്മുടെ കോബ്ലേഴ്സ്, ഇന്ത്യൻ കോബ്ലേഴ്സ്, ചെരുപ്പ് തയ്ക്കുന്നവര് ഇരിക്കുന്നൊരു പോസ്റ്ററാണിത്. ഇങ്ങനെ ഇരുന്നു കൊണ്ടാണ് അവർ തയ്ക്കുക. ഇത് ദഹനശേഷിക്കും നല്ലതാണിത്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയാറ്റിക്ക പെയിൻ ഉള്ളവർ തൽക്കാലം അവർ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ആണ് വജ്രാസന. വജ്രം മീൻസ് ഏറ്റവും കാഠിന്യമേറിയ മൂലകമാണ് വജ്രം. ഏറ്റവും കാഠിന്യമേറിയതാണ് വജ്രം. ഇതേപോലെ തന്നെ നമ്മളുടെ ജനറ്റിക് ഓർഗന്റെ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ രക്തം കിട്ടുന്ന ഒരാസനമാണ് വജ്രാസനം. അതിനേക്കാളും ഉപരി എല്ലാ മതങ്ങളിലും നമുക്കിത് കാണാം. ഈ ആസനം എല്ലാ മതങ്ങളിലും കാണാം. ക്രിസ്തു മതമായാലും, മുസ്ലിം മതമായാലും, ഹിന്ദു മതമായാലും, ബുദ്ധമതമായാലും, ജൈനമതമായാലും ഏത് മതക്കാരിലും ഉപയോഗിക്കുന്ന സാധനമായത്. ഇതിന്റെ പ്രത്യേകത ഏറ്റവും ഡൈജസ്റ്റിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു ആസനമാണിത്. എല്ലാ ആസനങ്ങളും 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ, ഭക്ഷണം മെയിൻ ഫുഡ് കഴിച്ച് 3-4 മണിക്കൂർ കഴിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ ആസന ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാം. വെരി ഗുഡ് ഫോർ ഡൈജഷൻ. ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 കാലുകൾ ചേർത്ത് വെച്ച് സ്ട്രെയിറ്റ് ആയിരുന്ന് ഇടത് കാല് മടക്കി പിന്നിലോട്ട് വെച്ച്, വലത് കാലിലോട്ട് വെച്ച്, വലത് കാലിൻ്റെ ഇടത് കാലിൻ്റെ പെരുവിരലിൻ്റെ മുകളിൽ വലത് കാലിൻ്റെ വിരലൊന്ന് അല്പം ഒന്ന് കയറ്റി വെച്ച് ആ നമ്മുടെ ആ ഹീലിൻ്റെ ആ ഭാഗത്തേക്ക് ഇരിക്കുക. ഈ ഹിപ്പ് ഹീലിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് പതിയെ സ്ട്രെയിറ്റ് ആയിരുന്ന്
കൈകൾ നിങ്ങൾക്ക് മണ്ഡലമുദ്രയിലോ ചിന്മുദ്രയിലോ ചിന്മയ മുദ്രയിലോ ഒന്നുമില്ലെങ്കിൽ മുട്ടിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പതുക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദീർഘമായി ശ്വാസം എടുത്ത് വിടാവുന്നതാണ്. അതിനുശേഷം ഓരോ കാലുകൾ നീട്ടിവെക്കുക. ആദ്യം ഒന്ന് ഇടത് കാല് നീട്ടിവെച്ചു, ശേഷം വലത് കാൽ നീട്ടിവെച്ചു. ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും കാല് മടക്കി വെച്ചാൽ നിർബന്ധമായും അത് കാല് നീട്ടിവെച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് ജോലി ചെയ്യാൻ പാടുള്ളൂ. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ഇതിങ്ങനെയാണ്. ഇടത് കാല് മടക്കി വെച്ചു, വലത് കാല് മടക്കി വെച്ചു, സ്ട്രെയിറ്റായി ഇരുന്ന് ഇതേപോലെ കാല് ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുന്നത് ഞാൻ. ശേഷം ഓരോ കാൽ നീട്ടിവെക്കുക, ഓരോ കാല് നീട്ടിവെക്കുക. അടുത്ത ആസനം എന്ന് പറയുന്നത് അർദ്ധ ഉഷ്ട്രാസനമാണ്. അർദ്ധ എന്ന വാക്കിന്റെ അർത്ഥം പകുതി എന്നാണ്, ആഫ് എന്നാണ്. ഉഷ്ട്ര എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടകം എന്നാണ്. കാരണം ഈ ആസനത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ഒട്ടകത്തിന്റെ പുറത്ത് കാണുന്ന ഹമ്പ് പോലെ ആ രീതി ഉണ്ടാകുന്നത് കൊണ്ടാകാം ഇതിനെ ഈ ഉഷ്ട്രാസനം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് അർദ്ധ ഉഷ്ട്രാസനമാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ബാക്ക് പെയിൻ, വെരി ഗുഡ് ഫോർ ആസ്മാറ്റിക് പേഷ്യന്റ്, വെരി ഗുഡ് ഫോർ ഫ്രോസൺ ഷോൾഡർ, വെരി ഗുഡ് ഫോർ നെക്ക്, വെരി ഗുഡ് ഫോർ ഡൈജഷൻ, വെരി ഗുഡ് ഫോർ സ്ലിപ്പ് ഡിസ്ക്. ഇതിനൊക്കെ നല്ല ആസനങ്ങളാണിത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. രണ്ട് തരത്തിലുണ്ട്, അർദ്ധ ഉഷ്ട്രാസനമുണ്ട്, ഉഷ്ട്രാസനമുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് അർദ്ധ ഉഷ്ട്രാസനമാണ്. രണ്ട് കാൽ നീട്ടിവെച്ചു, ഇടത് കാല് മടക്കി, ശേഷം വലത് കാല് മടക്കി മുട്ടുകുത്തി നിന്നു. ശേഷം ഇരു കൈകളും അതാത് ഭാഗത്തുള്ള ഹിപ്പിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നേരെ ഒരു പോയിന്റിലേക്ക് നോക്കി ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് പിന്നോട്ടേക്ക് വരിക. എത്ര പറ്റും അത്ര മാത്രം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. ചില ആൾക്ക് ചെയ്യുമ്പോൾ തല കറക്കം വരാം, ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ കൈ നേരെ പിന്നിലേക്ക് വെച്ച് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നേരെ വരും. അടുത്തതാണ് പൂർണ്ണ ഉഷ്ട്രാസന. അത് ഉഷ്ട്രാസന തന്നെ. പറ്റാത്തവർ ചെയ്യരുത്. കുറച്ച് വിഷമം ഉണ്ടാവും, വളരെ കുറച്ച് വിഷമം ഉണ്ടാവും. പറ്റാത്തവർ ചെയ്യരുത്. ചെയ്യുന്നിങ്ങനെയാണ്. ദീർഘമായി ശ്വാസമെടുത്ത്, ആദ്യം ശ്വാസമെടുത്ത് കൈകൾ പാരലായി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് തന്നെ വലത് കൈ നേരെ ബാക്കിലേക്ക് വന്ന് വലത് ഹീലിലേക്ക് പിടിച്ച്, ഇടത് കൈ നേരെ ബാക്കിലേക്ക് വന്ന് ഇടത് ഹീലിലേക്ക് പിടിച്ച് വയറിനെ മാക്സിമം തള്ളുക. തിരിച്ചു വീഴണം തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ നേരെ കൊണ്ടുവന്ന് ഇടത് കൈ കൊണ്ടുവന്ന് ശ്വാസം വിട്ടുകൊണ്ട് തന്നെ താഴ്ത്തി തൊടയുടെ മുകളിലേക്ക് വെക്കുക. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ, ഇനി ഞാൻ നിങ്ങളോട് കമന്ററി പറയത്തില്ല,
അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനമാണ്. ശശാങ്കം എന്ന വാക്കിന്റെ അർത്ഥം റാബിറ്റ് എന്നാണ്, മുയൽ എന്നാണ്. മുയലിനെ പോലെ ചെയ്യുക. നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. അത് കാല് അകത്തി വെച്ചുകൊണ്ട് ചെയ്യാം, കാല് ചേർത്ത് വെച്ചുകൊണ്ടും ചെയ്യാം. ശശാങ്കത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ കൺട്രോൾ യുവർ സ്ട്രെസ്. വെരി ഗുഡ് ഫോർ സ്ട്രെസ്. സ്ട്രെസ്സിന് വളരെ എഫക്റ്റീവായ ഒരു ആസനമാണ്. ഫ്രണ്ടൽ ലോബിന്റെ ഭാഗത്തേക്ക് വരുന്ന ലാക്ക് ഓഫ് ഓക്സിജൻ ബ്ലഡിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആസനമാണ്. മുഖം എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പീസ് ഓഫ് മൈൻഡ് തരുന്ന ഒരു ആസനം കൂടിയാണ്. അതിനേക്കാളും ഉപരി ഒരു പോസിറ്റീവായ ഫേസ് ആൻഡ് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് കിട്ടും ഈ ശശാങ്കാസനം എന്ന് പറയുന്ന ആസനം. വളരെ നല്ല ആസനമാണ്. കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരിക്കാവൂ. എനിക്ക് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് വളരെ ഏറ്റവും സുഖമായി ഇരിക്കുന്നത് ഇങ്ങനെയാണ്. മുട്ടുവേദനകളൊന്നും ഇരിക്കരുത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. കാൽ നീട്ടി വെച്ചുകൊണ്ട് അടുത്തേക്ക് പോകേണ്ടത്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ കാല് വെച്ച്, കാലിൻ്റെ പാദങ്ങൾ ഇങ്ങനെ വെച്ച്, കാലിൻ്റെ ഈ രണ്ട് മുട്ടുകളും അകത്തി വെച്ച് ഇങ്ങനെയും ചെയ്യാം, ചേർത്തും ചെയ്യാം, ഫോർ യുവർ കൺവീനിയൻസ്. ശ്വാസം എടുത്ത് രണ്ട് കൈകൾ ഉയർത്തി ബൈസെപ്സ് ചെവിയിലേക്ക് ടച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ 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 താണ് അവിടുന്ന് ദീർഘമായി ശ്വാസം എടുത്തെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ രണ്ട് കൈകൾ ചേർത്ത് വെച്ച് രണ്ട് തൊടകൾ ചേർത്ത് വെക്കുക. നിങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ടും ചെയ്യാം. ഇത് നമുക്ക് വയറുള്ളവർക്ക്, കുടവയറുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ആസന. കാരണം ഈ കാലുകൾ രണ്ടും അകത്തി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ടേക്ക് വളയാൻ സാധിക്കും. അല്ലെങ്കിൽ വയറ് നമുക്ക് ഈ ടച്ച് ചെയ്താൽ നെറ്റിമുട്ടിക്കാൻ സാധിക്കത്തില്ല. അടുത്ത ആസനത്തിന്റെ പേരാണ് വക്രാസന. വക്രം മീൻസ് വളഞ്ഞത്. നമുക്ക് ഏറ്റവും നല്ല ഒരു ബ്ലെസ്സിങ് ആണ്. ഡയബറ്റിക് പേഷ്യന്റ് ബ്ലെസ്സിങ് ആയ ആസനമാണ് വക്രാസന. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിന് കോൺട്രാസ്റ്റ് ഉണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്, കോഷൻ ഓഫ് വേർഡ് ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന, തൊട്ട് മുമ്പേ ചെയ്തിരിക്കുന്ന ശശാങ്കാസന, നിങ്ങൾക്ക് കണ്ണിന് അസുഖമുണ്ടെങ്കിൽ ചെയ്യരുത്. നിങ്ങളുടെ കണ്ണിന് അസുഖമുണ്ടെങ്കിൽ ഈ ആസന ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഹൈ BP ഉണ്ടെങ്കിൽ തൽക്കാലം ചെയ്യരുത്. BP കുറക്കാൻ നല്ല മാർഗമായത്. കാരണം തല താഴോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനമാണ്. വക്രം മീൻസ് വളഞ്ഞത്. നമ്മളെ രണ്ട് ആസനങ്ങളാണ് വളരെ നല്ലതായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് പറയും. 2-3 ആസനങ്ങളുണ്ട്. അതിലൊന്ന് വക്രാസനമാണ്. അടുത്ത വരുന്ന ആസനമാണ് അർദ്ധമത്സ്യേന്ദ്രാസനം. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത്. ഈ വക്രാസനം സാധാരണ ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട്. വക്രാസനം എന്ന് പറയുന്നത് അനുജനും അർദ്ധമത്സ്യേന്ദ്രാസനം എന്ന് പറയുന്നത് ജ്യേഷ്ഠനുമാണ്. അർദ്ധമത്സ്യേന്ദ്രനാഥൻ ചെയ്ത ആസനമായത് കൊണ്ടാകാം ഇതിനെ അർദ്ധമത്സ്യേന്ദ്രാസനം എന്ന് വിളിക്കുന്നത്. ഈ ആസനത്തിന്റെ പ്രത്യേകത, നമ്മളുടെ വയറിനകത്തുള്ള എല്ലാ ഓർഗൻസുകളെയും നമ്മൾ ഒരു തോർത്ത് പിഴിയുന്നത് പോലെ, തോർത്ത് പിഴിഞ്ഞ് വെള്ളം പുറത്തേക്ക് കളയുന്നത് പോലെ കളയുന്നൊരാസനമാണിത്. അതുകൊണ്ട് തന്നെ ഇൻഡൈജഷന് നല്ലതാണ്, ദഹനക്കേടിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, ഡയബറ്റിക്കാർക്ക് നല്ല ആസനമാണിത്, ഷോൾഡർ പെയിൻ അസുഖമുള്ളവർക്ക് നല്ല ആസനമാണ് ഈ ആസനം. ചെയ്യുന്ന ഇങ്ങനെ നോക്കാം നമുക്ക്.
2 കാലുകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് വലത് കാല് മടക്കി വെച്ചു. വൃക്ഷാസനത്തിൽ നമ്മൾ എങ്ങനെയാണോ കാല് മടക്കി തുടയുടെ ആരത്തിലേക്ക് വെച്ചത് അതേപോലെ ഇത് മടക്കി വെച്ചു. അതിനുശേഷം ഈ വലത് കൈ നേരെ പിന്നിലേക്ക് വെച്ചു. എന്നിട്ട് ഇടത് കൈ പൊക്കി. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ പൊക്കി. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഈ ഇടത് കൈ കൊണ്ട് വലത് കാലിനെ പിടിച്ച് നേരെ പിന്നോട്ടേക്ക് വളയുക. ഇതേപോലെ കാൽ നീട്ടിവെച്ച് ഇടത് കൈ കൊണ്ട് ഇടത് കാല് മടക്കി വെച്ച് ഇടത് കൈ നേരെ ബാക്കിൽ വെച്ച് വലത് കൈ കൊണ്ട് ഇടത് കാലിനെ പിടിക്കാൻ നോക്കുക. നോട്ടം പിന്നിലോട്ട്. ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. നേരെ വരിക. ഓർമ്മിക്കുക, നമ്മൾ പിന്നിലോട്ട് തിരിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടാണ് തിരിയുന്നത്. ഒന്നും കൂടി ചെയ്യാം നമുക്കത്. വലത് കാല് മടക്കി വെച്ചു, വലത് കൈ നേരെ പിന്നിലേക്ക് വെച്ച് ദീർഘമായി ശ്വാസം എടുത്ത് ഇടത് കൈ പൊക്കി, ശ്വാസം എടുത്ത് പൊക്കി നമ്മുടെ വലത് കാലിനെ പിടിച്ചു. ശ്വാസം വിട്ടുകൊണ്ട് നേരെ പിന്നോട്ടേക്ക് തിരിയുന്നു. ഞാൻ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. ഇതേപോലെ ഇടത് കാല് നേരെ ബാക്കിലേക്ക് വെച്ചു, പിടിച്ചു, നേരെ പിന്നോട്ടേക്ക് തിരിഞ്ഞു. ശ്വാസം എടുക്കുക, വിടുക ചെയ്യുക. കാല് നേരെ ശ്വാസം എടുത്ത് വിട്ടു, ശ്വാസം എടുത്ത് വന്നു, നേരെ വന്നു, കാൽ നീട്ടിവെച്ചു. നമ്മൾ ഇരിക്കുന്ന ആസനങ്ങളും കഴിഞ്ഞു. അടുത്ത ആസനമാണ് പ്രോൺ ആസന. നമ്മൾ പഠിച്ചത് നിൽക്കുന്ന ആസനങ്ങള്, ഇരിക്കുന്ന ആസനങ്ങള്, കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ. അതിനാണ് പ്രോൺ ആസന. ആസനങ്ങളാണ് മകരം എന്ന വാക്കിന്റെ അർത്ഥം ചീങ്കണ്ണി എന്നാണ്, മൊതല എന്നാണ്, ക്രൊക്കഡൈൽ എന്നാണ്. ഇതേ അനുസ്മരിപ്പിക്കുന്നത് പോലെ അത് പുഴയിലെ കരയിലോ അല്ലെങ്കിൽ നദിക്കരയിലോ റെസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ആസനമാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ബാക്ക് പെയിൻ. പറയുന്നത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ല എന്ന് പറയാം. ഇത് റിസ്റ്റിംഗ് ആസന കൂടിയാണ്, റിലാക്സ് ആസന കൂടിയാണത്. ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാലിന്റെ കാൽപാദം നോക്കണം നമ്മൾ. കാൽപാദം ഹീല് ഫേസ് ടു ഫേസ് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഞാൻ ഹീല് 2 ഹീലും ഫേസ് ടു ഫേസ്, ഹീലുകള് ഫേസ് ടു ഫേസ് ആക്കി വെക്കുന്നു. ഈ കാലിന്റെ ഹീല് ഫേസ് ടു ഫേസ് ആക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെയാണ് വരിക, നമുക്ക് ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പെയിൻകാർക്ക് വളരെ നല്ലതാണ് ഈ ആസന എന്ന് പറയാനുള്ള കാരണം. നല്ല റിലാക്സ് കിട്ടുന്നൊരു ആസനം കൂടിയാണിത്. നമുക്ക് ഈ ആസന ഇങ്ങനെ വെച്ച് വലത് കൈ ഇടത് ഷോൾഡറിൽ വെക്കാം, ഇടത് കൈ വലത് ഷോൾഡറിൽ വെക്കാം, ഇതേപോലെ വെച്ച് കിടക്കാം. നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ തല തിരിക്കാൻ സൗകര്യം അങ്ങനെ വെച്ച് കിടന്നോളൂ. തിരിച്ച് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കിടന്നോളൂ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കിടന്നോളൂ. വേറെ രീതിയിൽ ചെയ്യാവുന്നത് ഇതേപോലെ കൈ വെച്ച് ഇത് ചെയ്യാം നിങ്ങൾക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനത്തിന്റെ വിളിക്കുന്ന പേരാണ് ഭുജംഗാസന. എന്താണ് ഈ ഭുജംഗം? ഭുജംഗം എന്നത് പാമ്പ് എന്ന അർത്ഥം. എങ്ങനെയാണോ ഒരു പാമ്പ് ഉയർത്തി നിൽക്കുന്നത്, ഇതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു യോഗയാണ് ഭുജംഗാസന. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ലേഡീസ്. സ്ത്രീജന്യമായ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ആസനമാണിത്. അതിലുപരി നടുവേദനയുള്ളവർക്ക് നല്ലൊരാസനമാണിത്. അതിലുപരി ഫ്രോസൺ ഷോൾഡർ ആർക്ക് നല്ല ആസനമാണിത്.
അതിലുപരി ശ്വാസം മുട്ടുള്ളവർക്ക് നല്ല ആസനമാണിത്. ചെയ്ത് നോക്കാം നമുക്ക്. കമിഴ്ന്ന് കിടന്ന് കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ, ഇതാണ് ഷോൾഡർ ലെവൽ എന്ന് പറയുക. കൈകൾ മുന്നോട്ടോ പിന്നോട്ടോ പോവാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഷോൾഡർ ലെവലിൽ വെച്ചതിന് ശേഷം നെറ്റി മുട്ടിച്ച് ഈ കൈകൾ ബോഡിക്ക് ചേർത്ത് വെക്കുക. രണ്ട് കാലുകളും പരമാവധി ചേർത്ത് വെക്കുക. പൊങ്ങുമ്പോൾ നമ്മൾ അല്പം കാല് വിട്ടു പോകുമെങ്കിലും പരമാവധി നമ്മൾ ചേർത്ത് വെച്ച് നെറ്റി മുട്ടിച്ചുകൊണ്ട് ദീർഘമായി ശ്വാസമെടുത്ത് പതിയെ പതിയെ പൊങ്ങി പൊക്കിളിന്റെ അവിടെ എപ്പോഴെത്തുന്നു അവിടെ നിർത്തിയേക്കുക. എത്രത്തോളം പറ്റും അത്രമാത്രം പൊങ്ങുക. അതിനർത്ഥം പൊക്കിൾ പൊങ്ങി ഭൂമിയിൽ നിന്ന് പൊങ്ങരുന്ന അർത്ഥം. പൊക്കിളിന് താഴെ ഭൂമിയിൽ നിന്ന് പൊങ്ങരുന്ന അർത്ഥം ഇതിന്റെ. ശ്വാസം വിട്ട് പതിയെ താഴ്ത്തി വെക്കുക. അതായത് ഇവിടെ പൊങ്ങരുത്, അടിവയറ് പൊങ്ങരുത്, പൊക്കിളിന്റെ താഴെ അടിവയറ് പൊങ്ങരുത്. നിങ്ങൾക്ക് ഇത്രയാണെങ്കിൽ ഇത്ര മതി, കുഴപ്പമില്ല. പതിയെ പതിയെ നമ്മൾ ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടും. നമുക്ക് അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയും, നമുക്കറിയാം വാർദ്ധക്യത്തെ നമ്മൾ ശരിയായ പുറത്തേക്ക് കാണിക്കുന്നത് രണ്ട് ഭാഗമാണ്. ഒന്ന് ഈ കഴുത്തിന്റെ വളകൾ അല്ലെങ്കിൽ ചുളിവ്, രണ്ട് കൈയുടെ ഈ ഭാഗം. ഈ ഭാഗത്തെ നമുക്ക് വിദഗ്ധമായി ചുളിവുകളെ കുറക്കുവാൻ ഏറ്റവും നല്ല ആസനമാണ് ഈ സാധനം. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗം എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ഇതാണ് പ്രത്യേകത. അടുത്തതാണ് ശലഭാസനം. ഇതിന് ബ്യൂട്ടി ആഡ്സ് ടു വുമൺ എന്നാ വിളിക്കുക. ആസനം എന്നാ വിളിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, രണ്ട് കാലുകൾ നമ്മൾ ഉയർത്തുമ്പോൾ രണ്ട് കാലുകളും ഈ ശലഭം എന്ന് വിളിക്കുന്നത് നമ്മൾ സ്കൂളൊക്കെ പഠിച്ച് നമ്മുടെ മധ്യവേന അവധിക്കാലത്ത് നമ്മൾ തുമ്പിയെ വാലിൽ കെട്ടി പറപ്പിക്കാറുണ്ട്. അതിനെ ഡ്രാഗൺ ഫ്ലൈ എന്ന് വിളിക്കാറുണ്ട്, എലിക്കോപ്റ്റർ ഫ്ലൈ എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ഒരു ചെടിയുടെ പൂവില് എങ്ങനെയാണോ ഇത് വന്നു നിന്ന് അതിന്റെ വാലുകൾ ഉയർത്തി നിൽക്കുന്നത്, ഇതിനെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാവാം ഇതിനെ ശലഭാസനം എന്ന് വിളിക്കുന്നത്. വെരി ഗുഡ് ആസനം. ചെയ്യുമ്പോൾ ഇതിന്റെ എഫക്റ്റ് വരിക നമ്മുടെ മുഖത്തേക്കാണ്. അതാണ് പ്രത്യേകത. നമ്മുടെ മുഖത്തേക്കാണ് ഇതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടുക. മുഖത്താണ് അതിന്റെ എക്സ്പ്രഷൻ മനസ്സിലാവുക. വളരെ നമുക്കൊരു ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു വളരെ നല്ലൊരു ഗുഡ് ഫീലിംഗ് നമുക്കുണ്ടാകും. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഫിസിക്കലായി ഐ ക്യാൻ ഡു സംതിങ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ബോധമാണ് ഇതിണ്ടാവുക. അതിൻ്റെ ആ ലെവലിലേക്ക് എത്തിയാൽ ചെയ്യാൻ അല്പം വിഷമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും പതിയെ ഞാൻ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറയുകയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ്സ് നത്തിങ്. പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്, ചെയ്യാൻ സാധിക്കാതെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. കോൺസ്റ്റൻ്റായി ചെയ്യും നിങ്ങൾ. അറ്റ്ലീസ്റ്റ് 3 months 3 മാസം മതി നമുക്ക് ചെയ്താൽ. നമുക്ക് ഏത് ആസനങ്ങളും ചെയ്യാൻ നമുക്ക് വിൽ പവർ. ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്കത് ചെയ്യുന്ന രണ്ട് കാലുകള് പോലെ വെച്ച് കാലുകൾ കൈ രണ്ടും സൈഡിലേക്ക് വെച്ച് താടി കുത്തി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാൽപാദങ്ങളും കാലുകളും ഉയർത്തുക. വിത്തൗട്ട് ബെൻഡ് യുവർ നീ. കഴിയുന്നതും മുട്ടുവളയാതെ സ്വാഭാവികമായ നിങ്ങൾക്ക് ചെയ്യാൻ കണ്ടാൽ മനസ്സിലാവും.
വെരി ഗുഡ് ആസന. ഇത്ര മാത്രമാണ് നമ്മളുടെ കമിഴ്ന്ന് കിടക്കുന്ന ആസനങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മലർന്ന് കിടക്കുന്ന ആസനാസാണ്. അതിനെ സുപ്പൈൻ ആസന എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആസന. അതിൽ 4 ആസനങ്ങളേ ഉള്ളൂ. 4 ആസനങ്ങളേ ഉള്ളൂ. സിമ്പിൾ ആസനമാണ്. ആദ്യത്തെ ആസനമാണ് സേതുബന്ധാസന. സേതുബന്ധം എന്ന വാക്കിന്റെ അർത്ഥം ബ്രിഡ്ജ് എന്നാണ്, പാലം എന്നാണ്. 2 തരത്തിൽ നമുക്ക് ചെയ്യാം. സേതുബന്ധാസന കുറച്ച് കൂടിയാൽ അത് കണ്ഠരാസനായിട്ട് മാറും. നമുക്ക് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. സേതുബന്ധാസന ഇതിന് ഏറ്റവും നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹിപ്പ് ഡിസ്പ്ലേസ്മെന്റ് ആയവർക്ക് നല്ലതാണ്. ഹിപ്പ് തെന്നിപ്പോയവർക്ക്, പ്രൊലാപ്സ് ആയവർക്ക്, നടുവേദനക്കാർക്ക് നല്ല ആസനമാണ്. എന്നാൽ സെർവിക്കൽ വെർട്ടിബ്ര, സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ആയവര്, സെർവിക്കൽ വെർട്ടിബ്രക്ക് അസുഖമുള്ളവര് തൽക്കാലം ചെയ്യാതിരിക്കുക. കണ്ണുകൾക്ക് അസുഖമുള്ളവർ തൽക്കാലം ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇടത് കാല് മടക്കി ഇടത് ഹിപ്പിന്റെ ഭാഗത്തേക്ക് വെച്ചു. ശേഷം വലത് കാല് വെച്ചു. 2 തരത്തിൽ ചെയ്യാൻ. ഇങ്ങനെ നിന്ന് പൊങ്ങാറുണ്ട്, മറിച്ച് ഈ കൈ വിട്ടുകൊണ്ട് അടിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഇത് പിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, അല്ലാതെ ഇത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിന്ന് ഇവിടത്തേക്ക് പ്രസ് ചെയ്യുന്നില്ല. ചിന്ന് ഇവിടത്തേക്ക് പ്രസ് ചെയ്താൽ അത് കണ്ഠരാസനമായിട്ട് മാറും. നമ്മളിപ്പോൾ നമ്മൾ ചെയ്ത സേതുബന്ധാസനമാണ്. ആദ്യം ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെയും ചെയ്യാൻ നമുക്ക്. പതിയെ താഴ്ത്തി വെച്ചു. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രിഡ്ജിന്റെ അടിയിൽ കാണുന്ന ആ തൂണ് പോലെയാക്കി മാറ്റാം 2 കൈകളും. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതും ചെയ്യാം. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ടാണ് പൊങ്ങുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെച്ചു. വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം നമുക്കത്. കാലുകൾ മടക്കി വെച്ച്, 2 കാലും മടക്കി വെച്ച് മാക്സിമം അടുപ്പിച്ച് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ബട്ടക്സ് ഉയർത്തി കൈകൾ ഇവിടുന്ന് ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. ഈ എൻ്റെ ബോഡിയുടെ മുഴുവൻ ഭാരവും വരുന്നത് കൈകളിലാണ്. പതിയെ താഴ്ത്തി വെച്ചു. എന്നാൽ ഈ ടെന്നീസ് എൽബോ ഉള്ളവര് ഇതേപോലെ കൈ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഉത്ഥാന പാദാസനമാണ്. ഉത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം ഉയർത്തുക. അതായത് 45 ഡിഗ്രിയിലേക്ക് ഉയർത്തിയാൽ മതി. 45 ഡിഗ്രിയിലേക്കാണ് നമ്മൾ ഉയർത്തുന്നത്. ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശ്വാസം എടുത്തുകൊണ്ട് വേണമെങ്കിൽ ആദ്യം 1 കാല് മാത്രം ഉയർത്തുക. അവിടുന്ന് ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഇടത് കാല് പൊക്കുക. മുട്ട് വളയരുത്. ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴ്ത്തി വെക്കുക. ഇതിന് 45 ഡിഗ്രിയിലേക്കാണ് നമ്മൾ ഉയർത്തുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് വേണമെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു പേരിൽ ടെക്സ്റ്റ് കാണാം നിങ്ങൾക്ക്. ഉത്ഥിത ഏകൈക പദാസനം എന്ന് വിളിക്കാറുണ്ട്. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്ന 3 പോസ്റ്റേഴ്സ് ഉണ്ട് ഇതിന്. ഉത്ഥിത ഏകൈക പദാസനം. ഇനി വേണമെങ്കിൽ 2 കാലുകളും ഉയർത്തി വെക്കാം നിങ്ങൾക്ക് ഇതേപോലെ. ശ്വാസം വിട്ട് പതിയെ താഴ്ത്തി വെക്കാം. നടുവേദനക്ക് നല്ലൊരു ആസനമാണിത്. അതുപോലെ തന്നെ ഡൈജഷൻ നല്ലൊരു ആസനമാണ്. അതുപോലെ തന്നെ വയറിനകത്തുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ട്രബിളിന് നല്ല ആസനമാണ് ഈ ആസന. ഇനി അടുത്തതാണ് അർദ്ധഹലാസന.
ഹലം എന്ന വാക്കിന്റെ അർത്ഥം കലപ്പ എന്ന ഫ്ലോ എന്ന അർത്ഥം. നമ്മൾ ഉഴറുവാൻ വയലൊക്കെ നമ്മൾ ഉഴുതു മാറ്റുന്നത് പോലെ പൂർണ്ണ ഹലാസനത്തിലേക്ക് എത്തുമ്പോൾ ഇത് അർദ്ധം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വെറുതെ നമ്മളത് 90 ഡിഗ്രിയിൽ മാത്രം 2 കാലുകളും ഉയർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ 45 ഡിഗ്രിയുടെ കാലിനെ ഉയർത്തി നമ്മൾ നേരെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിനെ അർദ്ധഹലാസനം എന്ന് വിളിക്കുന്നത്. ചെയ്യുന്നിങ്ങനെയാണ്. 2 കാൽ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും 90യിൽ കൊണ്ടുവരും. അവിടുന്ന് ശ്വാസം എടുക്കുക, വിടുക. ഈ സമയത്ത് നമ്മുടെ ബട്ടക്സ് ഒരു എല്ല് പോലെ ഉണ്ടാവും. നമ്മുടെ ബോഡി ഒരു എല്ല് പോലെ, എല്ല് എഴുതിയ പോലെ ഉണ്ടാവും. ശ്വാസം വിട്ടുകൊണ്ട് ഒരു ഡോർ അടയുന്നത് പോലെ താണ് ശ്വാസം വിട്ടുകൊണ്ട് വന്ന് ഏറ്റവും പതുക്കെ വയറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് 2 കാലുകളും ഭൂമിയിലേക്ക് പതിപ്പിക്കുക. ദെൻ റിലാക്സ്. അതിൻ്റെ ഏറ്റവും അവസാനം 4 ആസനമായി ഇതിൻ്റെ അവസാനമാണ് റിലാക്സ് ചെയ്യുക, ശവാസനം. ഉത്താനം ശൗവദ്ഭുവവും മൃതം സുശവാസനം. ശവാസനം ശ്രമകരം ചിത്തവിശ്രാന്തി കാരണം. മനസ്സിന് ശാന്തി കൊടുക്കുന്ന ഒരു ആസനമാണ് ശവാസന. 2 കാലുകള് 1.5 അടി 2 അടി അകലത്തിൽ വെച്ചു. കൈകൾ ബോഡിയിൽ നിന്ന് 1/2 അടിയെങ്കിലും അകലത്തിൽ വെക്കുക. കൈകൾ മലർത്തി വെക്കുക. അപ്പം ഒന്ന് ബെൻഡ് ചെയ്യുക. ഏറ്റവും ദീർഘമായി ശ്വാസം എടുക്കുക. അതിലും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. ശേഷം 2 കാലുകൾ ചേർത്ത് വെച്ചു. കൈകള് സ്ട്രെച്ച് ചെയ്തു. ഇടത് കാല് മടക്കി വെച്ചു. ടേൺ ടു റൈറ്റ് സൈഡ്. എണീച്ചിരുന്നു. അവിടെ വേറൊരു പ്രത്യേകത, നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് തോന്നുന്നുവോ ക്ഷീണം തോന്നുവോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ ടു ശവാസന. അതിനൊരു മടിയും നമ്മൾ വെക്കരുത്. ശവാസനത്തിലേക്ക് പോകാം. നമുക്ക് ശവാസന കഴിഞ്ഞാൽ പോകുന്ന പ്രാണായാമ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധ്യാന സമാധിയാണ്. യോഗ ചെയ്യുന്ന ശരീരത്തിന് പ്രാണായാമ ചെയ്യാൻ വേണ്ട ശരീരത്തിന് പ്രാപ്തി കൊടുക്കലാണ് യോഗ ചെയ്തത്. ഇപ്പൊ നമ്മുടെ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമ്മൾ അടുത്തത് പ്രാണായാമത്തിലേക്ക് പോകും. 3 പ്രാണായാമം ഉള്ളത്. പക്ഷെ നിങ്ങൾക്കത് കപാലഭാതി കൂടി കാണാം. കപാലഭാതി എന്ന് വിളിക്കുന്നത് കപാലം എന്ന വാക്കിന്റെ അർത്ഥം എന്ന വാക്യത്തെ വെളിച്ചം എന്നാണ്. പ്രാണായാമക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം പ്രാണ മീൻസ് എനർജി, ആയാമ മീൻസ് കൺട്രോൾ. പ്രാണായാമ എന്ന വാക്കിന്റെ അർത്ഥം പ്രാണനെ കൺട്രോൾ ചെയ്യുന്ന, എനർജിയെ കൺട്രോൾ ചെയ്യുന്ന, അതിനെയാണ് നമ്മൾ പ്രാണായാമ. നമ്മുടെ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ശ്വാസത്തിൽ കൺട്രോൾ യുവർ മൈൻഡ്. യു ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ ഭംഗിയായിട്ട് പറയുകയാണ്, മനസ്പന്ദനം പ്രാണഹ പ്രാണ എന്താണ്? പരസ്പര പൂരകങ്ങളാണ്. ഇതാരാണ്? തേരിനെ പോലെയും തേരാളിയാണ്. യോഗ പറയുന്നു ചലേ ചിത്തം നിശ്ചലം വാദം. എങ്ങനെയാണ് നിന്റെ ശ്വാസം പോകുന്നത്? നിന്റെ മനസ്സും അങ്ങനെ പോകുന്നു. നമ്മൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു കൺട്രോൾ യുവർ ബ്രീത്ത് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കപാലഭാതി ക്ലെൻസിങ് ആണ്, ഒരു ക്രിയയാണ്. അതുകൊണ്ട്
അതായത് ഇൻഹേൽ ആൻഡ് ആക്റ്റീവ് എക്സെയിലാണ്. നമുക്ക് 20 ചെയ്യുക. അതിനെ നിർത്തിക്കളയാം. പ്രത്യേകത നമ്മുടെ ലങ്സ് കപ്പാസിറ്റിയെ കൂട്ടുന്നതാണ് ആസന. ഒരുപക്ഷെ ഈ പാൻഡമിക് സമയത്ത് COVID-19 എന്ന് പറയുന്ന ഈ രാക്ഷസൻ വാഴുന്ന ഈ സമയത്ത് ഇതിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നത്, നമ്മൾ സഞ്ചരിക്കുന്നത്. വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് പ്രാണായാമ. പക്ഷെ ഇവിടെ നമ്മൾ 3 പ്രാണായാമയും ഒരു കപാലഭാതിയും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ടൈമിലുള്ള സ്റ്റിമുലേറ്റ് നമ്മൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ആയിരിക്കും. നമുക്ക് നോക്കാം. അത് കപാലഭാതി ചെയ്യുന്ന എങ്ങനെ നോക്കാം. സ്ട്രെയിറ്റ് ആയി ഇരുന്നതിന് ശേഷം ഞാൻ വളരെ പതുക്കെ ശ്വാസം എടുക്കും മൂക്കിലൂടെ. മാക്സിമം എടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ വിട്ടുകൊണ്ടേയിരിക്കും ശ്വാസം. ഒരു 20 മതി ആദ്യം ചെയ്യാണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ ആവരുത്, മുഖം ഇങ്ങനെ വക്രിക്കരുത്. ബോഡിക്ക് നമുക്ക് വയറിന് മാത്രം, അബ്ഡോമിനലിന് മാത്രമാണ്, ഡയഫ്രം ബ്രീത്തിങ് പോലെ ആ ഡയഫ്രത്തിന് മാത്രമാണ് കൊടുക്കുന്ന പ്രഷർ. നമ്മൾ ഒന്നും കൂടി ചെയ്യാം. ഇങ്ങനെ 3 or 4 ചെയ്യണം നമ്മൾ. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു 20 സ്ട്രോക്ക് മതി നമുക്ക്. ഇങ്ങനെ 3 or 4 തവണ ചെയ്യുക. ഓർമ്മിക്കുക, ഈ കാർഡിയാക് സംബന്ധമായ അസുഖമുള്ളവർ യോഗ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് കൺസൾട്ട് ചെയ്യുക ഡോക്ടറുമായിട്ട്, അല്ലെങ്കിൽ യോഗ എക്സ്പേർട്ട് വരുന്ന കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ അസുഖങ്ങൾ തീർച്ചയായും നിങ്ങൾ പറഞ്ഞിരിക്കണം അവരോട്. അടുത്ത ആസനമാണ് നാഡീശോധന പ്രാണായാമ, നാഡീശുദ്ധി പ്രാണായാമ, അനുലോമ വിലോമ പ്രാണായാമം എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്കതിനെ. സിമ്പിളാണത്. വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാണായാമ, ഏറ്റവും നല്ല പ്രാണായാമയാണത്. ചെയ്യുന്ന ഇങ്ങനെയാണ്. സ്ട്രെയിറ്റായി ഇരുന്ന് ഇടത് കൈ ചിന്മുദ്രയിൽ, വലത് കൈയുടെ 1 2 3 4 5 2ഉം 3ഉം മടക്കി വെച്ച് 4ഉം 5ഉം ചേർത്ത് വെച്ച് 1 നിവർത്തി വെച്ച് 1 4 5 ഇങ്ങനെ വെച്ചു. ഇടത് കൈ ചിന്മുദ്രയിൽ നേരെ മൂക്കിലേക്ക് പിടിച്ചു. എന്നിട്ട് ഇടത് മൂക്ക് തുറന്നു വെച്ച് പതുക്കെ ശ്വാസം എടുക്കുക ഇടതിലൂടെ. അടച്ചു വെച്ചു. ഏറ്റവും പതുക്കെ വിടുക വലതിലൂടെ. ഇനി വലതിലേക്ക് എടുക്കുക. രണ്ട് മുക്കും അടച്ചു വെച്ചു. ഒരു പോസ്റ്റ് ടൈം. ഏറ്റവും പതുക്കെ ഡബിൾ ടൈം കൊണ്ട് ഇടതിലേക്ക് പുറത്തേക്ക് വിടുക. ഇനി ഇടതിലേക്ക് എടുക്കുക. രണ്ട് മുക്കും അടച്ചു വെച്ചു. വലതിലേക്ക് പതുക്കെ വിടുക. വലതിലേക്ക് എടുക്കുക. രണ്ട് മൂക്കും അടച്ചു വെച്ചു.
ഇടത്തിലേക്ക് ഡബിൾ ടൈം കൊണ്ട് വിടുക. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ചെയ്തു. ഇതേപോലെ ഒരു 9 തവണയെങ്കിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങളോട് പറയുകയാണ്, സ്ട്രെസ് ലെവൽ വളരെ 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 കുറയും. അടുത്തയാണ് ശീതളി പ്രാണായാമ. ശീതളി പ്രാണായാമ ചെയ്യുന്നത് 2 സൈഡും ബെൻഡ് ചെയ്ത് ആ ദ്വാരത്തിലൂടെ വായുവിനെ വലിച്ചു കുടിച്ച് നാവിൽ പതുക്കെ മൂക്ക് വഴി പുറത്തേക്ക് വിടുക. ചെയ്യാതിരിക്കും. രണ്ടാമതായി സിവിയർ കോൾഡ് കാലം ചെയ്യും. പ്രാണായാമയാണ് ഭ്രമരി പ്രാണായാമം. വാക്കിന്റെ അർത്ഥം വണ്ട് എന്നാണ്. എന്ന വാക്കിന്റെ അർത്ഥം വണ്ട്, ബ്ലാക്ക് എന്നാണ്. ഈ വണ്ട് മൂളുന്നത് പോലെ മൂളിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ചെയ്യുന്നതുണ്ട്, ചെയ്യാത്തതുണ്ട്. ഷൺമുഖി മുദ്രയിൽ ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ. ഇത്രമാത്രമാണ്. സ്ട്രെയിറ്റായി ഇരുന്ന് ദീർഘമായി ശ്വാസമെടുത്ത്, ഇത് ചെവി അടക്കാതെ ചെയ്യുന്നതാണ്. ദീർഘമായി ശ്വാസമെടുത്ത് വിടുമ്പോൾ ശ്വാസമെടുക്കുകയാണ്. റിത്തമെറ്റിക് ആയിട്ട് പോകണത്. അടുത്തതാണ്, ഇത് 4-5 തവണയെങ്കിൽ ചെയ്യുക, ചുരുങ്ങിയത്. അടുത്താണ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഭ്രമരി പ്രാണായാമം. ഈ തമ്പ് ചെവിയിലേക്ക്, ഈ കണ്ണിലേക്ക് ചൂണ്ടുവിരല്, മൂക്കിലേക്ക് നടുവിരല്, മേൽച്ചുണ്ടിലേക്ക് മോതിരവിരല്, കീഴ്ച്ചുണ്ടിലേക്ക് നമ്മുടെ ചെറുവിരല്. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മൂക്ക് റിലീസ് ചെയ്യുക. ഇനി നമ്മൾ വിട്ടുകൊണ്ട്, ശ്വാസം വിട്ടുകൊണ്ട് മൂക്കിലൂടെ ഇതാണ് ഷൺമുഖി വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാണായാമം. നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കും. നമ്മളിങ്ങനെ ചെവിയിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു കടൽ തീരത്ത് പോയ പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും.
ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഈ 3 പ്രാണായാമം വളരെ നല്ലതാണ് സ്ട്രെസ് നിയന്ത്രിക്കുവാൻ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പോകുന്ന ഈ കാലഘട്ടത്തിൽ സ്ട്രെസ് നിയന്ത്രിക്കാൻ വളരെ വളരെ ഇഫക്റ്റീവാണ്. ഇനി നമ്മൾ ഫൈനലിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ആണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ധ്യാനത്തിൻ്റെ ടൈം കൂട്ടി കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 15 മിനിറ്റെങ്കിലും രാവിലെയും വൈകിട്ടും ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്യേണ്ട സമയമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ആണ്. ഈ പ്ലാറ്റിനം 30 എന്ന് വിളിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പേയുള്ള 15 മിനിറ്റും ഉറങ്ങി എഴുന്നതിന് ശേഷമുള്ള 15 മിനിറ്റും. ഉദാഹരണമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് 10 മണിക്കാണെങ്കിൽ 9:30 to 10 മണിയാണ് പ്ലാറ്റിനം 30. 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ 5 to 5:30 പ്ലാറ്റിനം 30. ഈ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നു മാത്രമില്ല, നിങ്ങൾക്ക് എന്ത് ധ്യാനം വേണമെങ്കിലും ഫോളോ ചെയ്യാം. നമ്മളിവിടെ ബ്രീത്തിന് മാത്രമാണ് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്ത ധ്യാനമാണ്. ഞാനിപ്പോൾ ഒരു മിനിറ്റെങ്കിലേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ അത് 5 മിനിറ്റോ 10 മിനിറ്റോ ആക്കി മാറ്റാം. ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ധി പ്ലസ് അയനം എന്നാണ്. ധി എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധി എന്നാണെങ്കിൽ അയനം എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ര എന്നാണ്. നമ്മൾ കസേലയിലോ ചെയറിലോ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്ട്രെയിറ്റായി ഇരിക്കണം, നിർബന്ധമാണ് ഇരിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് തീരെ പറ്റില്ലെങ്കിൽ ഇരിക്കാൻ നേടാം, കിടക്കാം. നിങ്ങൾക്കത് കിടന്നുകൊണ്ടും ചെയ്യാം നമുക്കത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഏറ്റവും പതുക്കെ ഞാൻ ചെയ്യുന്ന മണ്ഡലമുദ്രയാണ്. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക്, ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ ഇഷ്ടമാണ്. വിഷ് ആൻഡ് വിൽ. മുഖത്തൊരു വളരെ ഒരു പുഞ്ചിരി വെച്ച് കൊണ്ടായിരിക്കണം നമ്മൾ ധ്യാനം ചെയ്യേണ്ടത്. നമ്മൾ തുടക്കവും അവസാനവും നമസ്കാരത്തിലൂടെയാണ്. ഇതിനൊരു ക്ലോസിംഗ് പ്രയർ കൂടിയുണ്ട്. ആ ക്ലോസിംഗ് പ്രയർ തന്നെ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ശാന്തി 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 എന്നാണ്. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നേരെ കൈ പിന്നിലോട്ട് വെച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവിടുന്ന് ശ്വാസം എടുക്കുക വിടുക ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ഉയരുക. ഇങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. താങ്ക് യു. എല്ലാവർക്കും നന്ദി. എന്നെ ശ്രവിച്ചതിൽ കേട്ടതിൽ കേരള പോലീസ് അക്കാദമിയുടെ എല്ലാ ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി, നമസ്കാരമുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ്. ഇതിനെ ഫേസ് ചെയ്യാൻ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ എല്ലാ യോഗകളും. അറ്റ്ലീസ്റ്റ് നമ്മൾ യോഗ ജൂൺ 21 മുതൽ നമ്മൾ യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. തീർച്ചയായും ഞാൻ ഒന്നും കൂടി നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്ത് യോഗയിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയാൽ നമ്മുടെ കുറേ ഹറി ആൻഡ് വെറി ഇല്ലാതാകും. ഹറിയും വെറിയും ഇല്ലാത്തൊരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യേണ്ടത്. അതാണിപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങളുടെ ജീവിതം പല്ല് തേക്കുന്ന പോലെ, കുളിക്കുന്ന പോലെ, ഭക്ഷണം കഴിക്കുന്ന പോലെ, ടോയ്ലറ്റ് പോകുന്ന പോലെ ആയിരിക്കണം യോഗയെ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുക. നന്ദി, നമസ്കാരം. താങ്ക് യു.